A warm good morning to all. Corporate regulations. In the last class, we have discussed the types of companies. We know that there are many classification of companies on the basis of incorporation, liability, number of members, ownership, control, nationality, and the forms of companies. On the basis of incorporation, the companies are mainly classified into chartered companies, statutory companies, and registered companies. On the basis of liability, companies limited by shares, companies limited by guarantee, unlimited companies. On the basis of number of members, the companies are mainly classified into private company, public company, one-person company. In the previous class, we have discussed about public and private company. Today, let us discuss one-person company. One-person company means a company which has only one person as a member. ഒരു കമ്പനിയിലെ ആകെ ഒരു പേഴ്സൺ മാത്രമാണ് എന്തായിട്ട് വരുന്നുള്ളൂ, മെമ്പറായിട്ട് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെ പറയുന്ന പേരാണ് വൺ പേഴ്സൺ കമ്പനി. According to section 3 subsection 1, a company may be formed for any lawful purpose by one person. ലോഫുൾ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീഗലി ലോഫുൾ പ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ബൈ വൺ പേഴ്സൺ, ഒരു വ്യക്തിയാണ് തുടങ്ങിയിട്ടുള്ളത്. വേർ ദ കമ്പനി ടു ബി ഫോംഡ് ഇസ് ടു ബി വൺ പേഴ്സൺ കമ്പനി. That is to say, a private company by subscribing his name to a memorandum and complying with the requirements of this act in respect of registration. അപ്പോൾ എന്താണ്, ലീഗലി ഒരു പേഴ്സൺ തുടങ്ങിയിട്ടുള്ള കമ്പനീനെയാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മെമ്മറാൻഡം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് ഒക്കെ ഈ ഒരു വൺ പേഴ്സൺ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മെമ്മറാൻഡത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഇൻ കേസ് ഈ ഒരു വൺ പേഴ്സൺ എന്തെങ്കിലും ഡെത്തോ അല്ലെങ്കിൽ ഇൻകൺവീനിയൻറ്റോ കൺസെൻറ്റോ ഒക്കെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആരാണ് ഈ ഒരു കമ്പനിയുടെ നോമിനി ആയിട്ട് പിന്നീട് അങ്ങോട്ട് മാറുന്നുണ്ടായിരിക്കുക, അത് അവരുടെ മെമ്മറാൻഡത്തിൽ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ അതർ പേഴ്സൺ അല്ലെങ്കിൽ നോമിനി. അതുപോലെ തന്നെ ആ നോമിനിയുടെ ഒരു റിട്ടൺ കൺസെൻറ്റ് ഈ ഒരു മെമ്മറാൻഡത്തിലും ആർട്ടിക്കിൾസിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള നോമിനീനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു അതർ പേഴ്സൻ്റെ നെയിമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് നോമിനീനെ കൃത്യമായിട്ട് അറിയിക്കുകയും അതുപോലെ തന്നെ ആർട്ടിക്കിൾസിൽ അത് കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൺ പേഴ്സൺ കമ്പനീനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ വൺ പേഴ്സൺ കമ്പനിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരൊറ്റ വ്യക്തി മാത്രമേ ആ ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കുള്ളൂ ഇല്ലേ, ഒരു വൺ ഡയറക്ടർ അല്ലെങ്കിൽ വൺ മെമ്പർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ എംപ്ലോയീസ് ആയിട്ട് കമ്പനി സെക്രട്ടറി പോലുള്ള ആൾക്കാരൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് പ്രിവിലേജസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ വൺ പേഴ്സൺ കമ്പനി. വൺ പേഴ്സൺ കമ്പനിക്ക് കിട്ടുന്ന പ്രിവിലേജസ് എന്തൊക്കെയാണ്, റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കാം സം ഓഫ് ദി പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ വൺ പേഴ്സൺ കമ്പനി. എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്നുള്ളത് ആദ്യം നോക്കാം. വൺ പേഴ്സൺ കമ്പനിക്ക് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണ്, ഒരൊറ്റ വ്യക്തി മാത്രമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നീഡ് നോട്ട് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്താത്തത് കൊണ്ട് തന്നെ അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പറയും ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ, ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരുടെ അജണ്ട എന്താണ്, എന്തൊക്കെ തീരുമാനങ്ങളാണ്, ഡിസിഷൻസാണ് അവരെടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം എന്ത് മീറ്റിംഗ് നടന്നാലും. അപ്പോൾ ഇവിടെ മീറ്റിംഗ് നടക്കാത്തത് കൊണ്ട് തന്നെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 1 ആയതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം ഇവിടെ ആകെ ഒരൊറ്റ ഡയറക്ടറാണ്, അത് നമ്മളുടെ ഈ ഒരു മെമ്പർ ആയതുകൊണ്ട്.
ഇനി ഒരൊറ്റ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ, അതായത് ഡയറക്ടേഴ്സിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആവശ്യമൊന്നും വരുന്നില്ല. അത് ഈ ഒരു ഡയറക്ടേഴ്സിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് പ്രൈവറ്റ് അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസ് പോലുള്ള കമ്പനീസിലാണ്. കാരണം ലാർജ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള പ്രാക്ടീസസ് അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡയറക്ടേഴ്സിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ടറിനെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ എന്ന് പറയുന്നത്. ഇനി ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വൺ പേഴ്സൺ കമ്പനി മെ നോട്ട് ഇൻക്ലൂഡ് ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തോരം ഇൻഫ്ലോ ഓഫ് ക്യാഷ് വരുന്നുണ്ട്, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് വരുന്നുണ്ട്, അതിൽ തന്നെ ഫണ്ട് ഫ്ലോ എത്രത്തോളം വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. The annual return shall be signed by the company secretary or where there is no company secretary by the director of the company. അതായത് ആനുവൽ റിട്ടേൺസും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറി ആണ്. ഇൻ കേസ് കമ്പനി സെക്രട്ടറി ഇല്ലെങ്കിൽ അത് ആർക്ക് തന്നെ സൈൻ ചെയ്യാം? ഡയറക്ടർക്ക് തന്നെ സൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു കമ്പനിയിൽ കമ്പനി സെക്രട്ടറി വേണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഈ ഒരൊറ്റ പേഴ്സണ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം റെസ്ട്രിക്ഷൻസ് ഓൺ വൺ പേഴ്സൺ കമ്പനി. ഈ ഒരു വൺ പേഴ്സൺ കമ്പനിയിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് വരുന്നത്? നമ്മൾ പറഞ്ഞു ഈ ഒരു പേഴ്സണ് ഒരു നോമിനി വേണം എന്ന് പറഞ്ഞു അല്ലേ. ആ നോമിനി ഒരിക്കലും ഒരു മൈനർ ആകാൻ പാടില്ല. മൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഒരു മെമ്പറെ ഒരിക്കലും നോമിനി ആക്കിയിട്ട് വെക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് നോട്ട് ക്യാരി ഔട്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഇനി ഈ ഒരു കമ്പനിക്ക് നോൺ ബാങ്കിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിലൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കില്ല. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് വൺ പേഴ്സൺ കമ്പനി കനോട്ട് കൺവേർട്ട് വോളണ്ടറിലി ഇൻ ടു എനി കൈൻഡ് ഓഫ് കമ്പനി അൺലെസ് 2 years ഹാവ് എക്സ്പയർഡ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനി. അതായത് ഈ ഒരു വൺ പേഴ്സൺ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ആയിട്ടോ കൺവേർഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ 2 വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ exempt threshold limit paid up share capital is increased beyond 50 lakh. അതായത് നമ്മളുടെ ഈ ഒരു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലാക്കിനേക്കാൾ കുറവായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 2 crore കൂടാനും പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് 2 വർഷം കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൺവേർഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. നമ്മൾക്ക് ഈ ഒരു വൺ പേഴ്സൺ കമ്പനീനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് കൺവേർഷൻ സാധിക്കുക? ഇനി ഇപ്പോൾ പ്രൈവറ്റിനെ വൺ പേഴ്സൺ കമ്പനി ആക്കാൻ അല്ലെങ്കിൽ വൺ പേഴ്സണെ പ്രൈവറ്റ് ആക്കാൻ അങ്ങനെ ഓരോരോ സമയത്തും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 കണ്ടീഷൻസാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 lakh rupeesനേക്കാൾ കൂടുതലാകുകയും അതുപോലെ തന്നെ ആവറേജ് ആനുവൽ ടേൺ ഓവർ 2 crore rupeesനേക്കാൾ കൂടുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു കമ്പനിക്ക് കൺവേർഷൻ നടത്താവുന്നതാണ്. ഒന്നില്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആയിട്ടോ ഇല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആയിട്ട് കൺവേർഷൻ നടത്താം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലാക്കിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ആവറേജ് ആനുവൽ ടേൺ ഓവർ അതായത് അവരുടെ സെയിൽസ് 2 crore rupeesനേക്കാൾ കൂടുകയോ ആണ് എന്നുണ്ടെങ്കിൽ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ആ ഒരു കമ്പനീനെ പ്രൈവറ്റ് കമ്പനി ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയായിട്ട് കൺവേർഷൻ നടത്താവുന്നതാണ്. ഇനി പ്രൈവറ്റ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കണം. അതുപോലെ തന്നെ മിനിമം 2 ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി പബ്ലിക് കമ്പനി ആയിട്ടാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, കൺവേർഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 മെമ്പേഴ്സും 3 ഡയറക്ടേഴ്സും ഉണ്ടായിരിക്കേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഇനി അതുപോലെ തന്നെ കമ്പനിയുടെ മെമ്മറാൻഡത്തിലും ആർട്ടിക്കിൾസിലും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് ഓൾട്രേഷൻ വരുത്തേണ്ടതാണ്. റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് ആണ്. ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് അതിലവർ ഒരു നിയമം പാസ്സാക്കുന്നതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്കവിടെ ശ്രദ്ധിക്കാനുള്ളത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ആവറേജ് ആനുവൽ ടേൺ ഓവറിലും പറഞ്ഞിട്ടുള്ള ലിമിറ്റിനേക്കാൾ കൂടുകയാണെങ്കിൽ അവർക്ക് കൺവേർഷൻ നടത്താം. പ്രൈവറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും പബ്ലിക് ആവുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെയിലും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെയിലും ഒരു ലിമിറ്റേഷൻ പറയുന്നുണ്ട്. ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് നോക്കാം എന്താണ് കൺവേർഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി ഇൻറ്റു 1 പേഴ്സൺ കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനീനെ 1 പേഴ്സൺ കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. ഇങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ഇനി എന്തായിട്ട് മാറാൻ പോവുകയാണ്? 1 പേഴ്സൺ കമ്പനി ആയിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഒരു പ്രൈവറ്റ് കമ്പനി, ആ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലാക്കോ അതിനേക്കാൾ കുറവോ ആണ്. അതുപോലെ തന്നെ ആവറേജ് ആനുവൽ ടേൺ ഓവർ 2 ക്രോറോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആണ്. അങ്ങനെയെങ്കിൽ ആ ഒരു കമ്പനിക്ക് 1 പേഴ്സൺ കമ്പനിയായിട്ട് കൺവേർഷൻ നടത്താവുന്നതാണ്. ഇനി കൺവേർഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് അവിടെ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് മുൻപ് ആ ഒരു കമ്പനിയിലുള്ള മെമ്പേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡയറക്ടേഴ്സ് ഇവരുടെ എല്ലാം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. അതായത് ഈ ഒരു കമ്പനീനെ 1 പേഴ്സൺ കമ്പനിയാക്കി മാറ്റുന്നതിൽ അവർക്ക് ഒബ്ജക്ഷൻസ് ഒന്നുമില്ല, എതിർപ്പൊന്നുമില്ല എന്നുള്ളത് ഒരു ലെറ്റർ വാങ്ങിയിട്ട്, ഒരു നോ ഒബ്ജക്ഷൻ ലെറ്ററിൽ എഴുതി വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇനി the 1 person company shall file copy of the special resolution with the registrar of companies within 30 days from the date of passing such resolution. അതുപോലെ തന്നെ ഇങ്ങനൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു തീരുമാനം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ജനറൽ മീറ്റിംഗ് നടത്തി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് 30 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രാറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഈ കമ്പനി 1 പേഴ്സൺ കമ്പനി ആയിട്ട് മാറാൻ പോവുകയാണ് എന്നുള്ളത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് രജിസ്ട്രാറുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്? അതായത് ഒരു ഡിക്ലറേഷൻ, ഡയറക്ടേഴ്സിൻ്റെ ഒരു ഡിക്ലറേഷനാണ്. എന്ത് ഡിക്ലറേഷനാണ്? ഈ കമ്പനിയിലുള്ള എല്ലാ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സിൻ്റെയും സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത് എന്നുള്ളൊരു അഫിഡവിറ്റ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ അവിടെ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ദ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ദി ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ആ ഒരു കമ്പനിയിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, എത്രത്തോളം ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ ലിസ്റ്റ് വേണം. അതുപോലെ തന്നെ പ്രീവിയസ് എന്നാണോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഓഡിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കോപ്പിയും കൂടി വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഈ ഒരു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ടേൺ ഓവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോ ഒബ്ജക്ഷൻ ലെറ്റർ ഓഫ് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ നോ ഒബ്ജക്ഷൻ ലെറ്ററും കൂടിയും അതിൻ്റെ ഒരു കോപ്പിയും കൂടിയും നമ്മളുടെ രജിസ്ട്രാറുടെ അടുത്ത് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് ഒരു പ്രൈവറ്റ് കമ്പനീനെ 1 പേഴ്സൺ കമ്പനിയായിട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൺവേർഷൻ ഓഫ് പ്രൈവറ്റ് കമ്പനി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് കൺവേർഷൻ ഓഫ് കമ്പനീസ് ഓൾറെഡി രജിസ്റ്റേർഡ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കമ്പനീസിനെ നമ്മളിനി 1 പേഴ്സൺ കമ്പനി ആക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആ ഒരു കമ്പനിയുടെ മെമ്മറാൻഡത്തിലും ആർട്ടിക്കിൾസിലും ഓൾട്രേഷൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, വരുത്തിയിട്ടുണ്ടായിരിക്കണം. സെക്ഷൻ 13 and 14 കമ്പനിയുടെ മെമ്മറാൻഡും ആർട്ടിക്കിൾസിൻ്റെയും ഓൾട്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് മെമ്മറാൻഡത്തിലും ആർട്ടിക്കിൾസിലും ഓൾട്രേഷൻ നടത്താൻ സാധിക്കുന്നത്? ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട്, അല്ലേ, ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് അവിടെ അവരെന്ത് ചെയ്യാണ്, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ഈ ഒരു മെമ്മറാൻഡത്തിലും ആർട്ടിക്കിൾസിലും ഓൾട്രേഷൻ വരുത്തുന്നത്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ രജിസ്ട്രാറിനെ കൃത്യമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. എങ്ങനെയാണ്, എന്ത് ചേഞ്ചാണ് വരുത്തിയിട്ടുള്ളത് അതിൻ്റെ ആ ഒരു പ്രിൻ്റഡ് കോപ്പി തന്നെ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എന്നാണോ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞ് 15 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ രജിസ്ട്രാർക്ക് അതിൻ്റെ ഒരു പ്രിൻ്റഡ് കോപ്പി കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു രജിസ്റ്റേർഡ് കമ്പനീസിനും എന്തായിട്ട് മാറാവുന്നതാണ്, പിന്നീട് അങ്ങോട്ട് 1% കമ്പനിയായിട്ട് മാറാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിസിൽ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1% കമ്പനി. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോവാണ് ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിസിൽ കമ്പനീസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് കമ്പനീസും നോൺ ഗവൺമെൻറ് കമ്പനീസും. ഇനി എന്താണ് ഗവൺമെൻറ് കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനിയുടെ 51%നേക്കാൾ കൂടുതൽ കൺട്രോളിംഗ് പവർ ഇരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ പറയുന്നതാണ് ഗവൺമെൻറ് കമ്പനീസ്. എ പബ്ലിക് എൻ്റർപ്രൈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഈസ് കോൾഡ് എ ഗവൺമെൻറ് കമ്പനി. ഒരു പബ്ലിക് എൻ്റർപ്രൈസ് എന്താണ്, കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഗവൺമെൻറ് കമ്പനി ആയിട്ട് പറയാവുന്നതാണ്. ദീസ് കമ്പനീസ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ സെൻട്രൽ ഓർ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ ഒരു കമ്പനീസിൻ്റെ ഓണർഷിപ്പ് ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ ആയിരിക്കും. ഇനി കമ്പനീസ് ആക്ട് 2013 പ്രകാരം എങ്ങനെയാണ് ഗവൺമെൻറ് കമ്പനീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹീസ് ഹെൽഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ ബൈ എനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ഗവൺമെൻറ്റ്സ് ഓർ പാർഷ്യലി ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് പാർഷ്യലി ബൈ ദി one or more state governments and includes a company which is a subsidiary company of such a government company. ഓക്കെ. അപ്പോൾ എന്താണ് നമുക്ക് ഇന്ന് മനസ്സിലായിട്ടുള്ളത്? ആ ഒരു കമ്പനിയുടെ കൺട്രോളിംഗ് പവർ ഹോൾഡ് ചെയ്യുന്നത്, റൈറ്റ് ഉള്ളത് 51%നേക്കാൾ റൈറ്റ് ഹോൾഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെൻറ്റുകളോ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഒക്കെ ചേർന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുന്നത്. ഈ കമ്പനീസിനെ നമ്മൾ മിക്സഡ് ഓണർഷിപ്പ് കമ്പനീസ് എന്ന് കൂടി പറയാറുണ്ട്. സംടൈംസ് ദീസ് കമ്പനീസ് ആർ കോൾഡ് എ മിക്സഡ് ഓണർഷിപ്പ് കമ്പനി. കാരണം എന്താണ്, ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ പല പല സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് അല്ലേ. ഇപ്പോൾ കേരളയാകാം, കർണാടക ആകാം, തമിഴ്നാടാകാം. അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ മിക്സഡ് ഓണർഷിപ്പ് കമ്പനി എന്ന് കൂടി പറയപ്പെടാറുണ്ട്. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, മിനറൽസ് ആൻഡ് മെറ്റൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. ഇനി നമുക്ക് നോക്കാം നോൺ ഗവൺമെൻറ് കമ്പനീസ്. നോൺ ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓൾ ദോസ് കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് ബട്ട് നോട്ട് ആസ് ഗവൺമെൻറ് കമ്പനി. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഗവൺമെൻറ് കമ്പനി ആയിട്ടല്ല അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ള ഒരു കമ്പനീസിൽ കൺട്രോളിംഗ് പവർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനീസിനെ നമ്മൾ പറയുന്നതാണ് നോൺ ഗവൺമെൻറ് കമ്പനീസ്. ഓക്കെ. അപ്പോൾ അതാണ് ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ് ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ്, ഗവൺമെൻറ് കൺട്രോൾ ഉള്ളതും ഗവൺമെൻറ് കൺട്രോൾ ഇല്ലാത്തതും. നെക്സ്റ്റ് പറയുന്നതാണ് ഓണർഷിപ്പ്. ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പ് ഉള്ളതും ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പ് ഇല്ലാത്തതും. നെക്സ്റ്റ് പറയുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് കൺട്രോൾ. കൺട്രോളിൻ്റെ ബേസിസിലാണ് നമ്മളിനി കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഹോൾഡിംഗ് കമ്പനി, അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനി. Holding company. A company is known as holding company of another company if it has control over that other company. അതായത് ഇപ്പോൾ 2 കമ്പനീസ് ഉണ്ട് എന്ന് കരുതുക, എ കമ്പനിയും ബി കമ്പനിയും. ഈ ഒരു എ കമ്പനിക്ക് ബി എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു കൺട്രോളിംഗ് പവർ ഉണ്ട്. ബിയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസിങ്ങിൽ കൺട്രോൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എ കമ്പനീനെ എന്തായിട്ട് പറയാവുന്നതാണ്? ഹോൾഡിംഗ് കമ്പനി എന്ന് പറയാവുന്നതാണ്.
എ കമ്പനി ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ കമ്പനി. വേറൊരു കമ്പനീനെ ഹോൾഡിംഗ് കമ്പനി ആയിട്ട് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഇഫ് ഇറ്റ് ഹാസ് കൺട്രോൾ ഓവർ ദാറ്റ് അതർ കമ്പനി. ഈ അതർ കമ്പനിയിലെ ഈ ഒരു എക്ക് കൺട്രോളിങ് പവർ ഉണ്ട്. എന്തിനുള്ള കൺട്രോളിങ് പവറാണ്? ഡിസിഷൻ മേക്കിങ്ങിന്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റേസിങ്ങിന്, അങ്ങനെ എന്തിനാണ് എന്നുണ്ടെങ്കിലും കൺട്രോളിങ് പവർ ഉണ്ടെങ്കിൽ ആ കമ്പനീനെ നമുക്ക് എന്തായിട്ട് പറയാം? ഹോൾഡിംഗ് കമ്പനിയായിട്ട് പറയാവുന്നതാണ്. കമ്പനീസ് ആക്ട് 2013 ഹോൾഡിംഗ് കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത് ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ് മീൻസ് എ കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡിയറി കമ്പനീസ്. അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന കമ്പനീസിന് 2 or more കമ്പനീസ് ഉണ്ടായിരിക്കും. ആ കമ്പനീസാണ് നമ്മളുടെ സബ്സിഡിയറി കമ്പനീസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോൾഡിംഗ് കമ്പനി മീൻസ് എ കമ്പനി ഹൂ ഹാവ് എ കൺട്രോളിംഗ് പവർ ഓവർ ദി അതർ കമ്പനി. ഇനി നമുക്ക് നോക്കാം സബ്സിഡിയറി കമ്പനി എന്താണ് എന്നുള്ളത്. എ കമ്പനി ഈസ് നോട്ട് ടു ബി സബ്സിഡിയറി കമ്പനി ഓർ സബ്സിഡിയറി ഇൻ റിലേഷൻ ടു എനി അതർ കമ്പനി മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദ ഹോൾഡിംഗ് കമ്പനി. അതായത് സബ്സിഡിയറി കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കമ്പനിയാണ്. ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഒരു അതർ കമ്പനിയാണ്. ആ കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, അപ്പോൾ സബ്സിഡിയറി കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇസ് ബീയിങ് കൺട്രോൾഡ് ബൈ ഹോൾഡിംഗ് കമ്പനി. ഈ ഒരു സബ്സിഡിയറി കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. മീൻസ് എ കമ്പനി ഇൻ വിച്ച് ദ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ദ കമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സബ്സിഡിയറി കമ്പനിയുടെ എന്തിനെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് ഓർ കൺട്രോൾസ് മോർ ദാൻ 1/2 ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഐദർ ഓഫ് ഇറ്റ്സ് ഓൺ ഓർ ടുഗദർ വിത്ത് 1 or more ഓഫ് ഇറ്റ്സ് സബ്സിഡിയറി കമ്പനീസ്. അതായത് കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിലെ പകുതിയേക്കാൾ കൂടുതൽ എക്സസൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോളിങ് എങ്ങനെ വേണം എന്നുള്ളതെല്ലാം നോക്കുന്നത് ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹോൾഡിംഗ് കമ്പനിക്ക് ഈ സബ്സിഡിയറി കമ്പനീസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യാം, അവരുടെ ഷെയർ ക്യാപിറ്റൽ എങ്ങനെ എക്സസൈസ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? ഹോൾഡിംഗ് കമ്പനിക്കാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസാണ് അണ്ടറിൽ നിൽക്കുന്ന കമ്പനീസിന് സബ്സിഡിയറി കമ്പനീസ് എന്ന് പറയും. കൺട്രോൾ ചെയ്യുന്ന കമ്പനീസിന് നമ്മൾ ഹോൾഡിംഗ് കമ്പനീസ് എന്ന് പറയും. ഇനി നമുക്കിതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ നോക്കാം. എന്താണ് എക്സ്പ്ലനേഷൻ പറയുന്നത്? എ കമ്പനി ഷാൽ ബി ഡീംഡ് ടു ബി എ സബ്സിഡിയറി കമ്പനി ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി ഈവൻ ഇഫ് ദ കൺട്രോൾ റെഫേർഡ് അബവ് ഈസ് ഓഫ് അനദർ സബ്സിഡിയറി കമ്പനി ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറയുകയാണ് എ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്, എ ബീനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എയുടെ ഒരു 75% കൺട്രോളിംഗ് പവർ ഇരിക്കുന്നത് എക്കാണ് എന്നുണ്ടെങ്കിൽ എ ഇവിടെ ഹോൾഡിംഗ് കമ്പനി, ബി സബ്സിഡിയറി കമ്പനിയാണ്. അല്ല, എന്തുകൊണ്ടാണ്? ബിയുടെ 75% കൺട്രോൾ ചെയ്യുന്നത് എ ആണ്. അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന ഒരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സിയുടെ 90% കൺട്രോൾ ചെയ്യുന്നത് ബി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയുടെ സബ്സിഡിയറി എന്ന് പറയുന്നത് ബിയും അതുപോലെ തന്നെ സിയും ബിയുടെയും ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് എ ആണ്. ഇനി സിയുടെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാവാം? ബി ആകാം, എ ആകാം. അപ്പോൾ നമ്മൾക്ക് എത്ര വേണമെങ്കിലും ഹോൾഡിംഗ് കമ്പനീസ് ഉണ്ടാകാം, എത്ര വേണമെങ്കിലും സബ്സിഡിയറി കമ്പനീസും ഉണ്ടാകാവുന്നതാണ്. The composition of a company's board of directors shall be deemed to be controlled by another company. അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനീസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കമ്പോസിഷൻ അല്ലെങ്കിൽ ആരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതെല്ലാം ആർക്ക് തീരുമാനിക്കാം? ഈ ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് തീരുമാനിക്കാവുന്നതാണ്. ആര് അപ്പോയിൻറ്റ് ചെയ്യണം, ആര് റിമൂവ് ചെയ്യണം, എത്ര ഡയറക്ടേഴ്സ് വേണം എന്നുള്ളതെല്ലാം ഹോൾഡിംഗ് കമ്പനിക്ക് തീരുമാനിക്കാം. ഇനി ദ എക്സ്പ്രഷൻ കമ്പനി ഇൻക്ലൂഡ്സ് എനി ബോഡി കോർപ്പറേറ്റ്. ഇനി ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റും ആകാവുന്നതാണ്. ഇനി ലെയർ ഇൻ റിലേഷൻ ടു ഹോൾഡിംഗ് കമ്പനി ഇറ്റ്സ് സബ്സിഡിയറി ഓർ സബ്സിഡിയറി. സോ എ കമ്പനി ഈസ് നോൺ ടു ബി സബ്സിഡിയറി കമ്പനി ഇൻ ദി ഫോളോവിങ് കേസസ്. ഇനി ചില സിറ്റുവേഷൻസിൽ നമുക്ക് സബ്സിഡിയറി കമ്പനി എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് എന്നാണ് താഴെ പറയുന്നത്. വേർ എ ഹോൾഡിംഗ് കമ്പനി കൺട്രോൾസ് ദ കമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് അതർ കമ്പനി ദ ലേറ്റർ കമ്പനി ബിക്കംസ് എ സബ്സിഡിയറി കമ്പനീസ്. ഓക്കെ, അപ്പോൾ സംടൈംസ് ഒരു ഹോൾഡിംഗ് കമ്പനി വേറൊരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
എന്തെന്ന് പറയാം, ആ ഒരു കമ്പനീനെ സബ്സിഡിയറി കമ്പനിയായിട്ട് പറയാവുന്നതാണ്. കാരണം എന്താണ്, ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് വേറെ ഒരു കമ്പനി ആയതുകൊണ്ട്. വേർ എ ഹോൾഡിംഗ് കമ്പനി ഹോൾഡ്സ് മോർ ദാൻ ഹാഫ് ഇൻ ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് അനദർ കമ്പനി. അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനിക്ക് വേറൊരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു ഹോൾഡിംഗ് കമ്പനി ആകാവുന്നതാണ്. വേറെ കമ്പനി സബ്സിഡിയറി അനദർ കമ്പനി വിച്ച് ഇറ്റ് സെൽഫ് സബ്സിഡിയറി ഓഫ് കൺട്രോളിംഗ് കമ്പനി ദ ഫോമർ കമ്പനി ബിക്കം സബ്സിഡിയറി ഓഫ് കൺട്രോളിംഗ് കമ്പനി. ഓക്കെ, അതായത് ഒരു കമ്പനി ഇസ് സബ്സിഡിയറി ഓഫ് അനദർ കമ്പനി. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എ ഉണ്ട്, ബി ഉണ്ട്. നോക്കുക, വേർ എ കമ്പനി ഈസ് സബ്സിഡിയറി ഓഫ് അനദർ കമ്പനി. ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സബ്സിഡിയറിയാണ്. വിച്ച് ഇറ്റ് സെൽഫ് സബ്സിഡിയറി ഓഫ് കൺട്രോളിംഗ് കമ്പനി. ഈ എ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സബ്സിഡിയറിയാണ്. ഓക്കെ, വേറെ എ കമ്പനി ഈസ് സബ്സിഡിയറി ഓഫ് അനദർ കമ്പനി. ബി എന്ന് പറയുന്നത് എയുടെ സബ്സിഡിയറിയാണ്. ഇനി ഈ എ എന്താണ്? വിച്ച് ഇറ്റ് സെൽഫ് സബ്സിഡിയറി ഓഫ് കൺട്രോളിംഗ് കമ്പനി. എ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ദ ഫോമർ കമ്പനി ബിക്കംസ് സബ്സിഡിയറി ഓഫ് കൺട്രോളിംഗ് കമ്പനി. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നതാണ് എയുടെയും ബിയുടെയും കൺട്രോളിംഗ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. കൺട്രോളിൻ്റെ ബേസിസിൽ ഹോൾഡിംഗ് കമ്പനി വരുന്നുണ്ട്, സബ്സിഡിയറി കമ്പനി വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. വേറൊരു കമ്പനീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കമ്പോസിഷൻ എങ്ങനെ വേണം, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിൽ 51%നേക്കാൾ കൺട്രോളിംഗ് പവർ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹോൾഡിംഗ് കമ്പനി ആയിട്ട് പറയാവുന്നതാണ്. ഇനി സബ്സിഡിയറി കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ കമ്പനീസിൻ്റെ ഷെയർസും അതുപോലെ തന്നെ ഷെയർസിൻ്റെ 51%ഉം അതുപോലെ തന്നെ കമ്പോസിഷൻ ഓഫ് ഡയറക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് വേറൊരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കമ്പനീസിനെ നമുക്ക് സബ്സിഡിയറി കമ്പനീസ് എന്ന് പറയാവുന്നതാണ്.